So our topic is superconductivity. Superconductivity, as you know, conductivity എന്ന് പറഞ്ഞാൽ എന്താണ്? Conductivity എന്ന് പറഞ്ഞാൽ the current carrying capacity is called conductivity. As you know, metals has more conductivity than any other material. So then superconductivity എന്ന് പറയുന്നത് much above that. Conductivity വളരെ കൂടിയ എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ superconductivity എന്നുള്ള ടേം ഉപയോഗിക്കുക. And this superconductivity was first observed by a Dutch scientist in 1911. ഒരു ഡച്ച് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള XK1 എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി നോട്ട് ചെയ്തത്. ആൻഡ് ഹി വാസ് ഡൂയിങ് എക്സ്പെരിമെൻറ്റ് ഇൻ മെർക്കുറിയിലാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് നടന്നത്. അദ്ദേഹം കണ്ടത് 4.2 ഡിഗ്രി കെൽവിനിൽ താഴെ പോയപ്പോൾ, ബിലോ 4.2 ഡിഗ്രി കെൽവിൻ, the current carried on the mercury specimen persist forever. എന്ത് ചെയ്തു? അതിൻ്റെ കറണ്ട് എന്ന് പറയുന്നത് പിന്നെ ഒരു കുറവും ഇല്ലാതെ ആ സ്പെസിമെനിൽ റീറ്റെയിൻ ചെയ്യുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അപ്പോൾ അങ്ങനെ ആ പ്രോപ്പർട്ടീന് അദ്ദേഹം കൊടുത്ത പേരാണ് ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം അവിടെ ആ ടൈമിൽ ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് ബിലോ റെസിസ്റ്റിവിറ്റി ഓഫ് ദ സ്പെസിമെൻ ബിക്കം 0 എന്നർത്ഥം. റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി at that below that temperature of mercury is equal to 0. ഈ 4.2 ഡിഗ്രി കെൽവിൻ എന്നുള്ളതിനെ ആ ടെമ്പറേച്ചറിനെ അദ്ദേഹം ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് വിളിച്ചു. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നാണ് ആ ടെമ്പറേച്ചറിനെ വിളിച്ചത്. The temperature below which the material or specimen becomes superconducting is called critical temperature. ഈ ടെമ്പറേച്ചർ അത് ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്ന ഒരു പോയിന്റാണ്. കാരണം ഓരോ മെറ്റീരിയലിനും ഓരോ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറാണ് നമ്മൾ കാണുന്നത്. ദിസ് 4.2 ഡിഗ്രി കെൽവിൻ ഈസ് പർട്ടിക്കുലർലി ഫോർ മെർക്കുറി. ആൻഡ് അറ്റ് ദിസ് ടെമ്പറേച്ചർ ഇവിടെ ഒരു ഫേസ് ട്രാൻസിഷനാണ് നടന്നിരിക്കുന്നത്. ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ അവിടെ ഒരു ഫേസ് ട്രാൻസിഷനാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് ചോദിച്ചാൽ എന്താ പറയുക? സൂപ്പർ കണ്ടക്ടിവിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ബൈ വിച്ച് ദ കറണ്ട് എക്സിസ്റ്റ് ഇൻ എ മെറ്റീരിയൽ സീംസ് ടു ബി പെർസിസ്റ്റ് ഫോർ എവർ. അതിനെയാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഇവിടെ ഒരു ഫേസ് ട്രാൻസിഷനാണ് നടന്നതെന്ന് പറഞ്ഞു അല്ലേ? ഫേസ് ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിരിക്കുന്ന ഫേസ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് ടു വേപ്പർ, വേപ്പർ ടു ലിക്വിഡ് അല്ലേ, സോളിഡ് ടു ലിക്വിഡ്, ഇതൊക്കെയാണ് നമ്മൾ ഫേസ് ട്രാൻസിഷന് എക്സാമ്പിളായിട്ട് കണ്ടിരിക്കുക. ഇതൊരു ഫേസ് ട്രാൻസിഷൻ ഓഫ് ഫസ്റ്റ് ഓർഡറാണ്. വേറാസ് ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ ബിലോ സൂപ്പർ കണ്ടക്റ്റിങ്ങും എബോവ് ഒരു സാധാരണ ഒരു മെറ്റീരിയലുമായിട്ട്, ഒരു നോർമൽ മെറ്റീരിയലുമായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ നോർമൽ മെറ്റീരിയലിൽ നിന്നും സൂപ്പർ കണ്ടക്റ്റിങ്ങിലേക്കുള്ള ഈ ട്രാൻസിഷനെയും നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഒരു ടൈപ്പ് ഓഫ് ഫേസ് ട്രാൻസിഷൻ എന്ന് വിളിക്കുന്നു. ബട്ട് ഇറ്റ് ഈസ് ഓഫ് ഓർഡർ 2. ഫേസ് ട്രാൻസിഷൻ ഓഫ് ഓർഡർ 2 എന്നാണ് വിളിക്കുക. ദിസ് ഈസ് ഓഫ് ഫസ്റ്റ് ഓർഡർ. ദിസ് ടൈപ്പ് ഓഫ് liquid to vapor and solid to liquid transition are of first order type phase transition, and here the normal material below the critical temperature becomes superconducting. This type of phase transition is known as phase transition of order 2. ഇതിന് വേറൊരു എക്സാമ്പിളും ഉണ്ട്. അതായത് the transition between paramagnetic and ferromagnetic. ഈ പാരാമാഗ്നറ്റിക്കും ഫെറോമാഗ്നറ്റിക്കിനും തമ്മിലുള്ള ഈ ഒരു ട്രാൻസിഷനെയും നമ്മൾ എക്സാമ്പിൾ ഫോർ ഫേസ് ട്രാൻസിഷൻ ഓഫ് ഓർഡർ 2 എന്നാണ് വിളിക്കുക. ഇവിടെ ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെ നമ്മളൊരു പേര് പറയും ക്യൂറി ടെമ്പറേച്ചർ. അതായത് എബോവ് ക്യൂറി ടെമ്പറേച്ചർ ദ മെറ്റീരിയൽ ആക്ട് ആസ് പാരാമാഗ്നറ്റിക് ആൻഡ് ബിലോ ദ ടെമ്പറേച്ചർ ഇറ്റ് ആക്ട് ആസ് ഫെറോമാഗ്നറ്റിക്. This is also another example for phase transition of order 2. അപ്പോൾ ഇപ്പോൾ ഈ ഫേസ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതുവരെയുള്ള കൺസെപ്റ്റിൽ നിന്നും ഒരു ചെറിയ മാറ്റമാണ്. ഒരു സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ സോളിഡ് ടു ലിക്വിഡോ ലിക്വിഡ് ടു വേപ്പറോ പോലെയുള്ള ഒരു നമുക്ക് ഫിസിക്കലി കാണാൻ കഴിയാവുന്ന
ഒരു ചേഞ്ച് മാത്രമല്ല ഫേസ് ട്രാൻസിഷൻ. ഒരു പ്രോപ്പർട്ടിയുടെ മെറ്റീരിയലിന്റെ ഒരു സ്വഭാവം, അതിന്റെ ഒരു പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുന്നതും കൂടെ നമുക്ക് ഫേസ് ട്രാൻസിഷനിൽ ഉൾപ്പെടുത്താം. അതിന് എക്സാമ്പിളാണ് സൂപ്പർ കണ്ടക്ടിങ് ഇൻ നോർമൽ മെറ്റീരിയലുമായിട്ട് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ മാറുന്ന, അല്ലെങ്കിൽ പാരാമാഗ്നറ്റിക്കും ഫെറോമാഗ്നറ്റിക്കും ക്യൂറി ടെമ്പറേച്ചറിന് എബോവും ബിലോവും ആയിട്ട് മാറുന്നതും ഒരു ഫേസ് ട്രാൻസിഷൻ എക്സാമ്പിളാണ് എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും.